സ്നേഹമുള്ളവരെ, ഇന്ന് വളരെയേറെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഹൊസൂർ രൂപതയെ സംബന്ധിച്ച്. കാരണം ഹൊസൂർ രൂപതാ ദിനമാണെന്ന്. നവംബർ 22-ാം തീയതി നമ്മുടെ രൂപതയ്ക്ക് ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അതോടൊപ്പം തന്നെ ഇനിയും അവിടുത്തെ അനുഗ്രഹം സമൃദ്ധമായി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നൽകിയ രൂപതാധ്യക്ഷനെയും വൈദികരെയും സന്യാസികളെയും ഇടവകകളെയും സ്ഥാപനങ്ങളെയും എല്ലാം കർത്താവിന്റെ വലിയ അനുഗ്രഹത്തിനായി സമർപ്പിച്ച് എല്ലാ നിയോഗങ്ങളോടും കൂടെ തന്നെ ഇന്നത്തെ ദൈവബലി നമുക്ക് അർപ്പിക്കും. അതോടൊപ്പം തന്നെ ഇന്ന് പള്ളിക്കുദാശക്കാലത്തിലെ അവസാനത്തെ ഞായറാഴ്ച മിശിഹായുടെ രാജത്വ തിരുനാൾ ആചരിക്കുന്ന ദിവസം കൂടിയാണ്. രാജാവായ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാനും അവിടുത്തെ ഹിതമനുസരിച്ച് ജീവിക്കാനും വേണ്ട കൃപയും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കെടുക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അന്നാ പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയുടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവായ ദൈവമേ, മിശിഹാ വഴി സഭയെ സ്ഥാപിക്കുകയും സ്വർഗീയ സൗന്ദര്യത്താൽ അവളെ അലങ്കരിക്കുകയും ചെയ്ത അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. ഉദാശകൾ വഴി സഭയിൽ രക്ഷ പ്രദാനം ചെയ്യുവാൻ തിരുമനസ്സായ അങ്ങയുടെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. സഭാപ്രതിഷ്ഠയെ അനുസ്മരിക്കുന്ന ഞങ്ങളെ ആത്മശരീര വിശുദ്ധിയോടെ ഈ ബലി അർപ്പിക്കുവാനും മാലാഖമാരോടൊത്ത് അങ്ങയെ സ്തുതിക്കുവാനും ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. എന്നാത്മാവേ പാടുക നീ കർത്താവിൻ സ്തുതിഗീതങ്ങൾ. ജീവിതകാലം മുഴുവൻ ഞാൻ നാഥനു ഗീതികൾ പാടിയിടും. എന്നാളും ഭരണാധിപനായ കർത്താവല്ലോ വാഴുന്നു. സഹിയോനെ നിൻ ദൈവത്തിൻ ഭരണം നിതരാം നിലനിൽക്കും. Hallelujah.
അനുഗ്രഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിന്റെയും സ്രഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. എന്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാവുന്നു. ഞങ്ങൾ എപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ സഹോദരരെ, ഏശയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം 9, 1 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ ഒരു വസ്തുതച്ചാലും ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. എന്നാൽ ദുഃഖത്തിൽ ആണ്ടുപോയവരുടെ അന്ധകാരം നീങ്ങിപ്പോകും. ആദ്യകാലങ്ങളിൽ സെബലൂണിന്റെയും നഫ്താലിയുടെയും ദേശങ്ങളെ അവിടുന്ന് നിന്ദനത്തിന് ഇരയാക്കി. എന്നാൽ അവസാന നാളുകളിൽ സമുദ്രത്തിലേക്കുള്ള പാതയെ, ജോർദാൻ അക്കരെയുള്ള ദേശത്തെ, ജനതകളുടെ ഗലീലയെ അവിടുന്ന് മഹത്വപൂർണ്ണമാക്കും. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തമായ ഒരു പ്രകാശം കണ്ടു. കൂരിരുട്ടിന്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു. അങ്ങ് ജനതയെ വർദ്ധിപ്പിച്ചു, അവർക്ക് അത്യധികമായ ആനന്ദം നൽകി. വിളവെടുപ്പിൽ സന്തോഷിക്കുന്നവരെ പോലെയും കവർച്ച വസ്തു പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നവരെ പോലെയും അവർ തങ്ങളുടെ മുമ്പിൽ ആഹ്ലാദിക്കുന്നു. അവൻ വഹിച്ചിരുന്ന മുഖവും അവന്റെ ചുമലിലെ ദണ്ഡും മർദ്ദകന്റെ വടിയും മിതിയാന്റെ നാളിലെന്ന പോലെ അങ്ങ് തകർത്ത് കളഞ്ഞിരിക്കുന്നു. അട്ടഹാസത്തോടെ മുന്നേറുന്ന യോദ്ധാവിന്റെ ചെരുപ്പും രക്തം പുരണ്ട വസ്ത്രവും വിറക് പോലെ അഗ്നിയിൽ ദഹിക്കും. എന്തെന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും. വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിന്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്തിലും അവന്റെ ആധിപത്യം നിസ്സീമമാണ്. അവന്റെ സമാധാനം അനന്തവും. നീതിയിലും ധർമ്മത്തിലും എന്നേക്കും അത് സ്ഥാപിച്ച് പരിപാലിക്കാൻ തന്നെ. സൈന്യങ്ങളുടെ കർത്താവിന്റെ തീക്ഷ്ണത ഇത് നിറവേറ്റും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹാ ലേഖനം 9 അധ്യായം 16 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. മിശിഹാ അനുഗ്രഹിക്കട്ടെ. മരണപത്രത്തിന്റെ കാര്യത്തിൽ അത് എഴുതിയവന്റെ മരണം സ്ഥിരീകരിക്കപ്പെടണം. മരണപത്രം സാധൂകരിക്കപ്പെടുന്നത് മരണശേഷം മാത്രമാണ്. അതുണ്ടാക്കിയവൻ ജീവിച്ചിരിക്കെ അതിന് ഒരു സാധ്യതയുമില്ലല്ലോ. അതിനാൽ രക്തം കൂടാതെയല്ല ആദ്യത്തെ ഉടമ്പടിയും ഉറപ്പിക്കപ്പെട്ടത്.
മോശ നിയമത്തിലെ ഓരോ കൽപ്പനയും ജനങ്ങളോട് പ്രഖ്യാപിച്ചപ്പോൾ അവൻ പശുക്കിടാങ്ങളുടെയും ആടുകളുടെയും രക്തം ജലത്തിൽ കലർത്തി ചെമ്മന്ന ആട്ടിൻ രോമവും ഹിസോപ്പ് ചെടിയും ഉപയോഗിച്ച് പുസ്തകത്തിന്മേലും ജനങ്ങളുടെ മേലും തളിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് ദൈവം നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന ഉടമ്പടിയുടെ രക്തമാണ്. അപ്രകാരം തന്നെ കൂടാരത്തിന്മേലും ശുശ്രൂഷയ്ക്കുള്ള സകല പാത്രങ്ങളിന്മേലും ആ രക്തം അവൻ തളിച്ചു. നിയമപ്രകാരം മിക്ക വസ്തുക്കളും രക്തത്തിലാണ് ശുദ്ധീകരിക്കപ്പെടുന്നത്. രക്തം ചിന്താതെ പാപമോചനമില്ല. സ്വർഗീയ കാര്യങ്ങളുടെ സാദൃശ്യമായിരിക്കുന്നവ ഇപ്രകാരം ശുദ്ധീകരിക്കപ്പെടുക ആവശ്യമായിരുന്നു. സ്വർഗീയ കാര്യങ്ങളാകട്ടെ കൂടുതൽ ശ്രേഷ്ഠമായ ബലികളാലും മനുഷ്യനിർമ്മിതവും സാക്ഷാൽ ഉള്ളവയുടെ പ്രതിരൂപമായ വിശുദ്ധ സ്ഥലത്തേക്കല്ല, നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിൽക്കാൻ സ്വർഗത്തിലേക്ക് തന്നെയാണ് യേശു പ്രവേശിച്ചത്. അത് പ്രധാന പുരോഹിതൻ തന്റേതല്ലാത്ത രക്തത്തോടുകൂടെ വിശുദ്ധ സ്ഥലത്തേക്ക് ആണ്ടുതോറും പ്രവേശിക്കുന്നത് പോലെ പല പ്രാവശ്യം തന്നെ സമർപ്പിക്കാനായിരുന്നില്ല. ആയിരുന്നെങ്കിൽ ലോകാരംഭം മുതൽ പല പ്രാവശ്യം അവൻ പീഡ സഹിക്കേണ്ടി വരുമായിരുന്നു. കാലത്തിന്റെ പൂർണ്ണതയിൽ തന്നെ ബലിയർപ്പിച്ചുകൊണ്ട് പാപത്തെ നശിപ്പിക്കാൻ ഇപ്പോൾ ഇതാ അവൻ ഒരിക്കൽ മാത്രം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം, അതിനുശേഷം വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ക്രിസ്തുവും വളരെ പേരുടെ പാവങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രാവശ്യം അർപ്പിക്കപ്പെട്ടു. അവൻ വീണ്ടും വരും, പാപപരിഹാരാർത്ഥമല്ല, തന്നെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി. വചനം ദൈവത്തിങ്കലായിരുന്നു, ആ വചനം സത്യദൈവമായിരുന്നു, സത്യദൈവം ദൈവമായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിങ്കലായിരുന്നു, ആ വചനം സത്യദൈവമായിരുന്നു, സത്യദൈവം ദൈവമായിരുന്നു. ജീവിക്കുന്നു, ദൈവം ജീവിക്കുന്നു, എന്നുമെന്നും ദൈവം ജീവിക്കുന്നു. ജീവിക്കുന്നു, ദൈവം ജീവിക്കുന്നു, എന്നുമെന്നും ദൈവം ജീവിക്കുന്നു. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 22, 41 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ. ഫരിസേയർ ഒരുമിച്ച് കൂടിയപ്പോൾ യേശു അവരോട് ചോദിച്ചു, നിങ്ങൾ ക്രിസ്തുവിനെ പറ്റി എന്ത് വിചാരിക്കുന്നു? അവൻ ആരുടെ പുത്രനാണ്? ദാവീദിന്റെ എന്ന് അവർ പറഞ്ഞു. അവൻ ചോദിച്ചു, അങ്ങനെയെങ്കിൽ ദാവീദ് ആത്മാവിനാൽ പ്രചോദിതനായി അവനെ കർത്താവ് എന്ന് വിളിക്കുന്നത് എങ്ങനെ? അവൻ പറയുന്നു, കർത്താവ് എന്റെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദങ്ങൾക്ക് കീഴിലാക്കുവോളം നീ എന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനാവുക. ദാവീദ് അവനെ കർത്താവേ എന്ന് വിളിക്കുന്നുവെങ്കിൽ അവൻ അവന്റെ പുത്രനാകുന്നത് എങ്ങനെ? അവനോട് ഉത്തരമായി ഒരു വാക്കുപോലും പറയാൻ ആർക്കും കഴിഞ്ഞില്ല. അന്നു മുതൽ അവനോട് എന്തെങ്കിലും ചോദിക്കാൻ ആരും ധൈര്യപ്പെട്ടതുമില്ല. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, യേശു ക്രിസ്തുവിന്റെ രാജത്വ തിരുനാൾ ആചരിക്കുന്ന ഈ ദിവസം എല്ലാവർക്കും ക്രിസ്തു രാജാവായി വാഴാൻ ഇടവരട്ടെ എന്ന് ആദ്യമേ തന്നെ ആശംസിക്കുന്നു. ജീവിതകാലത്ത് അവന്റെ അത്ഭുതങ്ങൾ കണ്ട് അവൻ അനേകർക്ക് അപ്പം വർദ്ധിപ്പിച്ച് നൽകുന്നത് കാണുമ്പോഴൊക്കെയും വലിയ താല്പര്യത്തോടെ അവനെ പിടിച്ച് രാജാവാക്കാനായി കൊണ്ടുപോകുന്ന ജനത്തിന്റെ മുമ്പാകെ നിന്ന് മാറിപ്പോകുന്ന ഒരു ക്രിസ്തുവിനെയാണ് നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്നത്. എന്നാൽ ഓരോ പള്ളിക്കൂദാശക്കാലത്തിന്റെയും അവസാനത്തെ ഞായറാഴ്ച സഭയിൽ ഇന്ന് ആചരിക്കപ്പെടുന്നത് മിശിഹായുടെ രാജത്വ തിരുനാളാണ്. ഒരു ആരാധനക്രമ വത്സരം എന്ന വർഷം എന്ന് പറയുന്നത് അവസാനിക്കുന്നത് ഈ കർത്താവിനെ രാജാവായി പ്രഖ്യാപിച്ചുകൊണ്ടാണ്, മിശിഹായുടെ രാജത്വ തിരുനാൾ ആചരിച്ചുകൊണ്ടാണ്. നമുക്കറിയാം, പഴയ നിയമത്തിൽ തന്നെ
ഒരുപാട് പ്രവചനങ്ങള് യേശു രാജാവാണ് എന്ന് പ്രഖ്യാപിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. യെശയ്യായുടെ പ്രവചനം 9-ാം അധ്യായം 6-ാം വാക്യത്തില് ഇന്ന് നമ്മൾ രാവിലെ വായിച്ച ബൈബിൾ ഭാഗത്ത് നിന്ന് നമുക്കറിയാം, എന്തെന്നാൽ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും, വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിന്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. യേശുക്രിസ്തുവിനെ കുറിച്ച്, അവന്റെ രാജ്യത്വത്തെ കുറിച്ചുള്ള പ്രഖ്യാപനമാണ്. വീണ്ടും 11-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യെശയ്യായുടെ പ്രവചനത്തിൽ തന്നെ, ജസ്സയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്തു വരും, അവന്റെ വേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടിക്കിളർക്കും, കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ഉപദേശത്തിന്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിന്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്, അവൻ ദൈവഭക്തിയിൽ നിലകൊള്ളും. ആ ഒരു രീതിയിൽ യേശുക്രിസ്തുവിന്റെ പ്രവചനം യേശുക്രിസ്തുവിനെ കുറിച്ച് തന്നെയാണ് പറയും. ജെറമിയായുടെ പ്രവചനം വീണ്ടും 23-ാമത്തെ അധ്യായത്തില് 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇതാ ഞാൻ ദാവീദിന്റെ വംശത്തിൽ നീതിയുടെ ശാഖ മുളപ്പിക്കുന്ന ദിവസം വരുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു, അവൻ രാജാവായി വാഴുകയും ബുദ്ധിപൂർവം ഭരിക്കുകയും ചെയ്യും, നാട്ടിൽ നീതിയും ന്യായവും അവൻ നടപ്പാക്കും. ഇങ്ങനെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്കറിയാം, സുവിശേഷങ്ങളിൽ തന്നെ 30ഓളം പ്രാവശ്യം യേശുവിനെ രാജാവായിട്ട് നേരിട്ടോ അല്ലാതെയോ അവതരിപ്പിക്കുന്നുണ്ട്. ആ പുൽക്കൂട്ടിൽ കിടക്കുന്ന ഉണ്ണിയേശുവിന് പൊന്ന്, മീറ, കുന്തുരുക്കം എന്നിവ കൊണ്ട് സമർപ്പിക്കുന്ന രാജാക്കന്മാരിൽ പൊന്ന് സമർപ്പിക്കുന്നത് അവൻ രാജാവാണ് എന്നുള്ളതിന്റെ അടയാളമായിട്ടാണ്. ഈ 3 രാജാക്കന്മാർ വന്ന് കാലിത്തൊഴുത്തിലെ പുൽക്കൂട്ടിൽ കിടക്കുന്ന ഒരു കുഞ്ഞിന്റെ മുമ്പാകെ കുമ്പിടുന്നത് അവൻ രാജാക്കന്മാരുടെ രാജാവാണ് എന്നുള്ളതിന്റെ അടയാളമായിട്ടാണ്. അതുപോലെ തന്നെ രാജകീയമായിട്ടുള്ള ജെറുസലേമിലേക്കുള്ള പ്രവേശനം, ഓശാന വിളികളോടുകൂടിയിട്ടുള്ള ആ പ്രവേശനം പീലാത്തോസ് അറിഞ്ഞോ അറിയാതെയോ അവനെ മറ്റുള്ളവരുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത് ഇതാ നിങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞിട്ടാണ്. ഇങ്ങനെ തുടർന്ന് അവസാനം വെളിപാട് പുസ്തകം 19-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ബൈബിളിന്റെ അവസാനിക്കുന്ന അവസാന ഘട്ടത്തിൽ തന്നെ പറയുന്നത് ഇങ്ങനെയാണ്, അവന് മേലങ്കിയിലും തുടയിലും എഴുതപ്പെട്ട ഒരു നാമമുണ്ട്, രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനും. വെളിപാട് പുസ്തകം 19-ാം അധ്യായം 16-ാമത്തെ വാക്യമാണ്. അപ്പോൾ ഇങ്ങനെ രാജാവായി സ്വയം അംഗീകരിക്കപ്പെടാനോ ഒന്നും ആഗ്രഹിച്ചില്ലെങ്കിൽ കൂടെ രാജാവായിട്ട് സുവിശേഷങ്ങളും ബൈബിൾ മുഴുവനും അവതരിപ്പിക്കുന്ന വ്യക്തിത്വമാണ് യേശുക്രിസ്തുവിന്റേത്. എങ്കിലും 1925 11-ാം പിയൂസ് മാർപ്പാപ്പയാണ് ആദ്യമായി യേശുവിന്റെ രാജത്വ തിരുനാൾ ആചരിക്കണം എന്ന് സഭയിൽ ആവശ്യപ്പെടുന്നത്. അതിനുള്ള കാരണം ലോകമഹായുദ്ധങ്ങളൊക്കെ നടക്കുന്നു, പലരും ഒരുപാട് മനുഷ്യര് യുദ്ധങ്ങളിലൂടെ മരിക്കാനിട വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുമ്പോ ആരാണ് യഥാർത്ഥമായ രാജാവ്, ആരെ കണ്ടാണ് രാജാക്കന്മാർ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ പ്രജകൾ അനുകരിക്കേണ്ട രാജത്വം എന്താണ് എന്ന് ക്രിസ്തുനാഥനിൽ നിന്ന് പഠിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് 11-ാം പിയൂസ് പാപ്പ ഈ രാജത്വ തിരുനാള് ആരംഭിക്കുന്നത് തന്നെ. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷത്തില് 19-ാമത്തെ അധ്യായം 19-ാം വാക്യം അവിടെ പീലാത്തോസ് എഴുതി കൊടുക്കുന്ന ഒരു ശീർഷകമുണ്ട്. പീലാത്തോസ് ഒരു ശീർഷകം എഴുതി കുരിശിന് മുകളിൽ വെച്ചു. അത് ഇങ്ങനെയായിരുന്നു, നസറായനായ യേശു യഹൂദരുടെ രാജാവ്. അതാണ് ഇന്നും നമ്മൾ INRI എന്ന ക്രൂശിത രൂപത്തിന്റെ മുകളിൽ കാണുന്നത്. യഹൂദരുടെ രാജാവ്, നസറായനായ യേശു യഹൂദരുടെ രാജാവ്. ഈ രാജത്വം അത് ഒരു പീലാത്തോസിന് പറ്റിയ ഈ ശീർഷകം പീലാത്തോസിന് പറ്റിയ ഒരു അമളിയായിട്ടാണ് കയ്യഫാസും കൂട്ടരുമൊക്കെ അന്ന് വ്യാഖ്യാനിച്ചത്. അതുകൊണ്ടാണ് അങ്ങനെയല്ല, അങ്ങനെ അവൻ പറഞ്ഞു എന്ന് എഴുതി വെക്കണം എന്ന് തിരുത്താനായിട്ട് അവര് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ യേശു രാജാവായിട്ട് തന്നെയാണ് കുരിശിൽ കിടക്കുക. അവന്റെ സിംഹാസനം കുരിശാണ്, അവന്റെ കിരീടം മുൾക്കിരീടമാണ്. സാധാരണ രാജാക്കന്മാരിൽ നിന്നും വ്യത്യസ്തമായിട്ട്
അവൻ നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കുന്ന രാജ്യത്വം വളരെയേറെ വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് രാജാവായ കർത്താവ് എന്നൊക്കെ പറഞ്ഞ് വലിയ സ്വർണ്ണ കിരീടവും സ്വർണ്ണ നൂലുകൊണ്ട് പിന്നിയ അങ്കികളും ആടയാഭരണങ്ങളും ഒക്കെ ആയിട്ട് ക്രിസ്തുനാഥനെ ചെങ്കോലൊക്കെ പിടിച്ചുള്ള രൂപം നമ്മൾ എത്ര കാണിച്ചാലും നമ്മുടെ മനസ്സിൽ ക്രിസ്തുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അത്തരം ഒരു രൂപം നിലനിൽക്കാതെ പോകുന്നത് അതുകൊണ്ടാണ്. കാരണം അവന് ഈ ഭൗമികമായ രാജ്യത്വമല്ല. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷത്തിലെ 4-ാം അധ്യായം 5-ാം വാക്യത്തില് പ്രലോഭകൻ വന്ന് ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി, അല്ലെങ്കിൽ മത്തായിയുടെ സുവിശേഷത്തില് വലിയ മലമുകളിൽ കൊണ്ടു നിർത്തിയിട്ട് മുഴുവൻ ലോക രാജ്യങ്ങളെയും കാണിച്ച് ഇതൊക്കെ നിനക്ക് തരാം എന്ന് പറയുമ്പോഴും അതിൽ താല്പര്യമില്ലാതെ അവനെ അട്ടിപ്പായിക്കുന്നത്, ദൈവത്തെ മാത്രം കുമ്പിടണം എന്ന് പറഞ്ഞ് അതിൽ നിന്ന് പിന്മാറുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് അധികാരത്തോടുള്ള താല്പര്യക്കുറവാണ്. കാരണം അവിടുത്തെ രാജ്യം ഈ ഭൗമികമായിട്ടുള്ള അതിർത്തികൾ നിശ്ചയിക്കപ്പെട്ട ഭൂമിയല്ല, അത് ദൈവരാജ്യം എന്നാണ് അവൻ അതിനെ വിളിച്ചിരുന്നത്. തന്റെ ദൗത്യം ആരംഭിക്കുമ്പോൾ മർക്കോസിന്റെ സുവിശേഷത്തില് 1-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, സമയം സമാഗതമായി, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് യേശു തന്റെ ദൗത്യം ആരംഭിക്കുന്നത് തന്നെ. ദൈവരാജ്യം എന്നാണ് തന്റെ രാജ്യത്തിനെ അവിടുന്ന് വിളിക്കുന്നത്. അത് ദൈവപിതാവിന്റെ ഇഷ്ടം ഒന്നാമതായി അന്വേഷിക്കുന്ന ഒരു ജീവിത ക്രമമാണ് എന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തില് 14-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യത്തിൽ പൗലോസ്ലീഹ അത് വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കാരണം ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. ഇതുപോലെ നീതി പുലരുന്ന, എല്ലാവരോടും കാരുണ്യം കാണിക്കുന്ന, പരിശുദ്ധാത്മാവിൽ സന്തോഷിച്ച് ജീവിക്കുന്ന ഒരു ജീവിതക്രമം, അതാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. ലൂക്ക 17:21 വളരെ വ്യക്തമായി ഈശോ പറഞ്ഞു, അവിടെയും ഇവിടെയും ഒന്നും അന്വേഷിച്ചു പോകണ്ട, അത് നിങ്ങളുടെ ഇടയിൽ തന്നെയാണ്. അവരെ ലൂക്ക 18:17 എന്റെ രാജ്യം ഐഹികമല്ല, ലൂക്ക 17 ഇതാ ഇവിടെ 17:21 ഇതാ ഇവിടെ അതാ അവിടെ എന്ന് ആരും പറയുകയില്ല, എന്നാൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. ഈശോയും പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, എന്റെ രാജ്യം ഐഹികമല്ല, ആയിരുന്നെങ്കിൽ ഞാൻ യഹൂദർക്ക് ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ എന്റെ സേവകർ പോരാടുമായിരുന്നു, എന്നാൽ എന്റെ രാജ്യം ഐഹികമല്ല. പക്ഷേ ഈശോ പഠിപ്പിച്ചത് ഇതാണ്, നിങ്ങളുടെ ഇടയിൽ തന്നെ ദൈവരാജ്യം കൊണ്ടുവരാനായിട്ട് പറ്റും. എങ്ങനെയാണ്? നമ്മുടെ ഉള്ളിൽ തന്നെ, നമ്മുടെ ഇടയിൽ തന്നെ ദൈവത്തിന്റെ ഭരണം നടത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. എല്ലാവരും ദൈവികമായ കാരുണ്യം നമ്മുടെ ജീവിതത്തിലൂടെ അനുഭവിക്കാനായിട്ട് ഇടവരണം. നമ്മുടെ ഉള്ളിലും നമ്മുടെ ഭവനത്തിലും നമ്മുടെ കൂട്ടായ്മയിലും ദൈവികമായ ഭരണം നമ്മൾ അതായത് ഓരോ ദിവസവും കണ്ടെത്തേണ്ടതാണ് എന്നാണ് ഈശോ നമ്മെ പഠിപ്പിക്കുന്നത്. രാജാക്കന്മാരുടെ നിലനിൽപ്പിന് വേണ്ടി പ്രജകൾ മരിച്ചു വീഴുന്ന ഒരു സാധ്യതയാണ് സാധാരണ രാജ്യത്തിലും ഭരണത്തിലും ഒക്കെ നമ്മൾ കാണുക. എന്നാൽ പ്രജകളുടെ ജീവന് വേണ്ടിയിട്ട് മുറിവേൽപ്പിക്കപ്പെടുന്ന, സ്വയം ബലിയായിട്ട് കുരിശിൽ അർപ്പിക്കപ്പെടുന്ന ഒരു രാജാവിനെയാണ് നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കുകയും അംഗീകരിക്കുകയും ഏറ്റുപറയുകയും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവന്റെ യുദ്ധം ഏതാണോ അതാണ് നമ്മുടെ യുദ്ധം. ക്രിസ്തുവിന്റെ യുദ്ധം എന്ന് പറയുന്നത് അത് അയൽ രാജ്യങ്ങളിലെ രാജാക്കന്മാരോടുള്ള യുദ്ധമല്ല, മറിച്ച് അത് പാപത്തോട്, നരകത്തോട്, തിന്മയോട് ഉള്ള, സാത്താനോടുള്ള യുദ്ധമാണ്. അല്ലെങ്കിൽ നന്മയിൽ നിലനിൽക്കാൻ വേണ്ടിയുള്ള നിരന്തര പരിശ്രമമാണ്. അതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വീകരിക്കേണ്ടതും. വീണ്ടും ഉപമകളിലൂടെയൊക്കെ ഈശോ പറയും, വിരുന്നൊരുക്കി വിളമ്പാനായി കാത്തിരിക്കുന്ന ഒരു രാജാവിനെ കുറിച്ച്. ഓരോ ബലിയിലും നടക്കുന്നത് അത് തന്നെയാണ്. യേശുവാകുന്ന രാജാവ് തന്റെ പ്രജകൾക്ക് വേണ്ടി സ്വന്തം ശരീരം തന്നെ, സ്വന്തം രക്തം തന്നെ ഭക്ഷണപാനീയങ്ങളായി നൽകുന്ന മഹാവിരുന്നൊരുക്കി കാത്തിരിക്കുകയാണ് കർത്താവ്. നാം ഓരോരുത്തരും യോഗ്യതയോടുകൂടെ അവിടുത്തെ ശരീര രക്തങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ നമ്മളോ ഒരുപക്ഷെ മോശ
ആ സീനായ് മലയിലേക്ക് കയറിപ്പോയപ്പോൾ തങ്ങൾക്ക് പ്രിയപ്പെട്ട ദൈവങ്ങളെ, കാളക്കുട്ടിയെ സ്വർണം കൊണ്ട് നിർമ്മിച്ചിട്ട് അതിനെ ആരാധിക്കുന്ന ആ ഇസ്രായേൽ ജനത്തെ പോലെ തന്നെ നമ്മളും നമുക്ക് ഇഷ്ടപ്പെട്ട ദൈവങ്ങളെ ഉണ്ടാക്കി, രാജാക്കന്മാരെ ഉണ്ടാക്കി, ആ രാജാക്കന്മാരുടെ കീഴിൽ സുഖമായിട്ടിരിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഓരോരുത്തർക്ക് വ്യത്യസ്തമാകും അത്. ഒരുപക്ഷെ ശരീരവും വികാരങ്ങളും അതിന്റെ കാമനകളും ഒക്കെ ആയിട്ട് അതിൽ സുഖം കണ്ടെത്തി സന്തോഷം കണ്ടെത്തി പോകുന്നവരുണ്ടാകും. അതുമല്ലെങ്കിൽ കൂട്ട് പ്രണയം, അതിന്റെ സുഖങ്ങൾ തേടി പോകുന്നവരുണ്ട്. മാധ്യമങ്ങളെ തേടുന്നവരുണ്ട്, ലഹരിയെ തേടുന്നവരുണ്ട്, ധനത്തെ തേടുന്നവരുണ്ട്. അവരെ ഈ പറഞ്ഞ കൊച്ചു കൊച്ചു രാജാക്കന്മാരുടെ കീഴിൽ ജീവിതം നശിപ്പിക്കേണ്ടവരല്ല നമ്മൾ, മറിച്ച് യഥാർത്ഥ രാജാവായ ക്രിസ്തുവിലേക്ക് തിരിയാനും അവിടുന്ന് കാണിച്ചു തന്നിട്ടുള്ള വഴികൾ, ഒരുപക്ഷെ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ അവൻ കാണിച്ചു തന്ന ജീവിതക്രമം ഒരിക്കലും അത് ഒരു ശത്രുതയുടെ അല്ലെങ്കിൽ പിടിച്ചടക്കലിന്റെ ആധിപത്യത്തിന്റെ ഒരു ശൈലിയല്ല. എളിമയോടുകൂടെ മറ്റുള്ളവരോട് ക്ഷമിച്ച് മറ്റുള്ളവരുടെ തെറ്റുകൾ ഒരുപക്ഷെ മറന്നു തന്നെ വിട്ടുകൊടുത്തും ചേർത്ത് പിടിച്ചുമൊക്കെ ജീവിക്കാനായിട്ടുള്ള ഒരു ജീവിതക്രമത്തിലേക്കാണ് ഈശോ നമ്മെ ക്ഷണിക്കുക. മറിച്ച് മറ്റുള്ളവരോട് കോപിച്ചും ക്ഷോഭിച്ചും മാറി നിന്നും മാറ്റി നിർത്തിയും ഒക്കെ ഉള്ള ഒരു ജീവിത ശൈലിയല്ല. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ക്രിസ്തുവിനെ രാജാവായി സ്വീകരിക്കുന്ന ക്രിസ്ത്യാനി ക്രിസ്തുവിന്റെ ശൈലിയിൽ ജീവിക്കാൻ, ക്രിസ്തു ആഗ്രഹിക്കുന്ന രീതിയിൽ എളിമയോടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ, മറ്റുള്ളവർക്ക് കാരുണ്യം കൊടുത്ത്, നീതി കൊടുത്ത്, സമാധാനം കൊടുത്ത് എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു ദൈവിക രാജ്യ ഭരണത്തിലേക്ക് വളരാനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ വിശുദ്ധ കുർബാനയിൽ നിന്ന് അതിനു വേണ്ട കൃപ നമുക്ക് സ്വീകരിക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ കർത്താവേ നിന്നോട് ഞങ്ങൾ യാചിക്കുന്നുവെന്ന് അപേക്ഷിക്കാം. മാമോദീസ വഴി നമുക്ക് ആശീർവാദവും മരണവഴി ഞങ്ങൾക്ക് അർപ്പിക്കുകയും ചെയ്ത ഞങ്ങളുടെ സഹോദരങ്ങളെ ശുദ്ധീകരണ സ്ഥലത്തിൽ സംഘടന ഞങ്ങളുടെ സഹോദരങ്ങളെ ആശ്വാസം നൽകി അനുഗ്രഹിക്കണമെന്ന് വീടാനുഭവങ്ങളെ കുറിച്ച് മനുഷ്യരുടെ കടങ്ങൾ മോചിക്കുവാൻ പ്രതീക്ഷിച്ചു മരണമടഞ്ഞവരുടെ സഹോദരങ്ങളെ വിശുദ്ധായുടെ മുഖത്തിൽ രക്തങ്ങളാൽ പരിപോഷിപ്പിക്കപ്പെട്ടവരെ മരണത്തിൽ പ്രാപിച്ചു വരുവാൻ ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യജീവൻ നൽകി അനുഗ്രഹിക്കണമെന്ന് സൂര്യനെ വരുന്ന ശോഭയോടെ ഞങ്ങൾ അവസാന ദിവസത്തിൽ എഴുന്നേൽക്കുവാൻ വരം തരണമെന്ന് ലോകാരംഭം മുതൽ നീതിമാന്മാർക്കായി സത്യമാക്കി സ്വർഗ്ഗരാജ്യത്തിൽ ഞങ്ങൾ എത്തിച്ചേരുവാൻ ഇടയാക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ മരിച്ചവരുടെ കടങ്ങൾ ക്ഷമിക്കുകയും അവരെ നിത്യമഹത്വം അണിയിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. Yeah.
ദൈവാംബികയെയും മാറിയോസേപ്പിനെയും സാദരമൂർത്തിയിടാം മാർത്തോമായെയും ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉത്തിതരായിടുവാൻ സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികളും ആദിയാവനും ഏകകർത്താവുമായ യേശുമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവവും പിതാവിന്റെ ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യർക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പൗലോസ്ത്രീയുടെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലേവയിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സകലമാർഗവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ഐക്യവും സാത്വികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാധ്യസ്ഥയും ശരീരത്തിന്റെ സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെ ബ്രഹ്മചാരികളെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെ ഓർമ്മ നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ നിശ്ചയുടെ സ്നേഹിതരും വിശ്വാസങ്ങളുമായ എല്ലാ ഭരണാതാക്കളെയും സുധിഷ്ഠാസത്തോട് മരിച്ച് ഈ ലോകത്ത് നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവാൻ നിശ്ചയുടെ കൃപയാൽ ഈ വഴി നമുക്ക് സാഹചര്യം സ്വർഗ്ഗരാജ്യത്തിൽ നിത്യജീവൻ കാരണമാവട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവസങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും ഭാവികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, വിശേഷ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും അന്താർത്ഥോടും ഇഷ്ടം
ഏറ്റെടുക്കുപോലെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ അതുപോലെ നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ പ്രകാശിക്കപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാനസം വഴി സമാധാനം സമൃദ്ധമാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ശ്രദ്ധയായി ഏകാഗ്രതയുടെ ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മോടുകൂടി. വിശുദ്ധാകർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാവൻ സഹവാസവും ഈ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖിലജരാജകർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. സമാധാനം നമ്മോടുകൂടി. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഞങ്ങളിൽ ഉളവാക്കണമേ. വിശുദ്ധവും സജീവവുമായ കുർബാന ഏറ്റവും പ്രത്യാശയോടെ അർപ്പിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. അഗ്നിമയും ആനുമരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും മരൂപികളുമായ പ്രഭന്മാരോടും സർപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ ബലവാനുമേ, പരിശുദ്ധൻ പരിശുദ്ധൻ ബലവാനുമേ, പരിശുദ്ധൻ പരിശുദ്ധൻ ബലവാനുമേ, പരിശുദ്ധൻ പരിശുദ്ധൻ ബലവാനുമേ. കർത്താവായ ദൈവമേ, സ്വർഗീയഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയോടുള്ള സമാധാനം നിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മധ്യമായ ആത്മാവോടും മധ്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിനധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ മക്കളിലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഏഴയും ബലഹീനരും മാതൃകമായ സന്നിധിയിൽ ഒരുമിച്ചു കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം
അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങേ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ അങ്ങേ സമൃദ്ധമായ അനുഗ്രഹത്താൽ മുക്തമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാമുദ്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മാർ ജോബി മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, സന്യാസികൾ, മിഷണറിമാർ, ആത്മായ പ്രേക്ഷിതർ എന്നിവർക്കു വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും മതങ്ങളുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതികരമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. വ്യസിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കു വേണ്ടിയും ഇന്നേ ദിവസത്തെ പ്രഥമോ നാമകീർത്തനമോ വിവാഹവാർഷികമോ രൂപതമോ ആചരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകിച്ച് ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ആൻസിക്ക് വേണ്ടിയും വിവാഹവാർഷികദിനം ആഘോഷിക്കുന്ന ജോസി മരിയ ദമ്പതികൾക്ക് വേണ്ടിയും രൂപതാദിനം ആചരിക്കുന്ന കൊസൂർ രൂപതയ്ക്കും രൂപതയിലെ രൂപതാധ്യക്ഷനും എല്ലാ ഇടവകൾക്കും സ്ഥാപനങ്ങൾക്കും സന്യാസികൾക്കും വൈദികർക്കും എല്ലാ വിശ്വാസികൾക്കും വേണ്ടിയും ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടിയും എല്ലാ യുവതിയുവാക്കൾക്ക് വേണ്ടിയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന് വേണ്ടിയും വൃദ്ധരായ എല്ലാ മാതാപിതാക്കൾക്ക് വേണ്ടിയും ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെല്ലാ ദമ്പതികൾക്കും ലഭിക്കുന്നതിന് വേണ്ടിയും യഥാകാലം ജീവിതാവസ്ഥ തെരഞ്ഞെടുക്കുവാനും യോജിച്ച ജീവിത പങ്കാളികളെ കണ്ടെത്തുവാനുമുള്ള കൃപ എല്ലാ യുവതിയുവാക്കൾക്കും ലഭിക്കുന്നതിനും വേണ്ടിയും എല്ലാവരുടെയും സാമ്പത്തികമായ ഉന്നമനത്തിനു വേണ്ടിയും എല്ലാ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും കുഞ്ഞുമക്കൾക്ക് വേണ്ടിയും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികളെ, പകക്കാർ, സഹപ്രവർത്തകർ, ഉപകാരികൾ എന്നിവർക്കു വേണ്ടിയും കൊറോണ വൈറസിന്റെ വ്യാപനം മൂലം ദുരിതമനുഭവിക്കുന്ന ലോകമെമ്പാടുമുള്ള എല്ലാ മനുഷ്യർക്കു വേണ്ടിയും അതിന്റെ നിർമ്മാർജ്ജനത്തിനു വേണ്ടി പ്രയത്നിക്കുന്നവർക്ക് വേണ്ടിയും പ്രത്യേകിച്ച് ആദര ശുശ്രൂഷ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങളുടെ ഇടവക സമൂഹത്തിന്റെ എക്സൽ പ്രൊജക്ടിന്റെ വിജയത്തിനു വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തു നിൽക്കുന്ന ഈ സമൂഹം മുഴുവന് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നമ്മൾ വിശുദ്ധമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യാമറിയത്തിന്റെയും അങ്ങയുടെ സന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവനസ്മരണ അങ്ങയുടെ അവരുടെയും സമുദ്രമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ശംശിഹായെ അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഈശോയുടെ കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കൃപാകയിൽ അവിടുന്ന് ആവശ്യത്തിനെ ആശ്രദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളെ ബോധിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും
അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഈ രക്ഷാപദ്ധതിയെ കുറിച്ച് ഞങ്ങൾ അങ്ങേ നിരന്തരം പ്രകീർത്തിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. അതിപൂജിതമാം നിൻ തിരുനാമത്തിനിതാ സ്തുതിയും ബഹുമതിയും സ്തോത്രം കീർത്തനവും നാദാലങ്ങൾ അണയ്ക്കുന്നു ഇപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു. ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നുവെങ്കിലും സുചരവും പരിശുദ്ധവും ജീവനായവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായേ, അങ്ങേ തിരുനാമത്തിന് സ്തുതിയും നാദനാദനക്കാരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ അമൂല്യമായ ശരീരത്തിന്റെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയോടെ സമീപിക്കാം. അനിതാപത്തിനുള്ള ശ്രമത്തോടെ അപരാധങ്ങൾ പിന്തിരിഞ്ഞുകൊണ്ടും പാവങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സ്വരവെച്ചോ ക്ഷണിച്ചുകൊണ്ടും നമുക്ക് അവസരത്തിനെ നാഥനായ ദൈവത്തിന് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലമ്പും പിടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ചിത്രത്തിലെ ഉദ്ദേശത്തിൽ നിന്ന് അവരുടെ ആത്മാക്കൾ യുക്തമാക്കാം. നിസ്സർഗാനെ സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനെ ബോധിപ്പിക്കുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ നിവേശങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ രണ്ടും ശരീരങ്ങളുടെ ഒരിക്കലും ആത്മാക്കളെ രക്ഷിക്കും കാരണമാവട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനഃവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മലതയും പ്രസന്നവദനരും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവേ, ശംശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യം നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരരെ, സ്വർഗരാജ്യത്തോടെ ദൈവത്തിന് സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാലിച്ചാലും തിരുസഭ ഞങ്ങളെ ക്ഷണിക്കുന്നു. ശംശിഹായുടെ ശരീരവും രക്തവും നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയമായ നാമത്തിന് സ്തുതിയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുക എല്ലാ നാഴികളിലും യോഗ്യവും എല്ലാ കാലങ്ങളിലും യുക്തവുമാകുന്നു. അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കുവാനും മാലാഖമാരോടുകൂടെ തിരുനാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദാനമായ ദൈവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാനും മഹോന്നതനായ ദൈവമേ, അങ്ങേക്ക് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങൾ ഇടപെടാതെ ആലപിക്കുവാനും നൽകിയ ഞങ്ങളെ അങ്ങ് കാരുണ്യപൂർവ്വം യോഗ്യരാക്കി
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായെ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ കുർബാന വഴി അങ്ങ് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. വാഗ്ദാനം നിറവേറ്റിടുവാൻ നൽകി മാനവരക്ഷയ്ക്കായി ദൈവം തന്നുടെ പ്രിയസുതനെ വാഴ്ത്താമെന്നും തിരുനാമം. പ്രിയവധുവായി തിരുസഭയെ കൈക്കൊണ്ടവനാം തിരുനാഥൻ വീണ്ടും വന്നു യുഗാന്ത്യത്തിൽ വിണ്ണിൻ വാതിൽ തുറന്നിടും. ഈ ഭവനത്തിൽ ദൈവജനം ദിവ്യസ്തുതികൾ പാടിടുവാൻ നൽവരമേകിയ റൂഹായ്ക്കായി നന്ദി അണയ്ക്കാം വിനയമുടെ. വിധികർത്താവാം മിശിഹാതൻ വലതുവശത്തണി ചേർന്നിടുവാൻ ദൈവം കൃപയരുളിടട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. കരുണകളെ വിളിക്കുകയും സങ്കടപ്പെടുന്നവരെ ആശ്രയിക്കുകയും ചെയ്യുന്നു. എന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ എന്റെ ദാസരെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രയത്നിക്കും. മഹിമയുടെ അന്തിമവിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ല വലത്തു വലം ഭാഗേ കീർത്തനങ്ങൾ പാടും. മൃതരുടെ പാപങ്ങൾ മാക്കണമേ നിൻ കൃപയാലേ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാപുത്രൻ റൂഹായി മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. കർത്താവേ, അങ്ങേ കരുണകൾ അനുഗമിക്കുകയും അങ്ങയുടെ അധികങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയുകയും ചെയ്യുമാറാകട്ടെ. മകനീയമായ നേതൃത്വത്തിന് അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. പൂർവന്മാരാം ലോകപരാഗാം ഇസഹാക്യാക്കോ മഹിതാശയർതൻ പരിപാവനമാം ബലികൾ പോലെ തിരുസന്നിധിയിൽ ഗുരുവത്സലരാം സ്ലീഹരും ഒരു പോൽ വിനയാന്വിതരായി തവ സന്നിധിയിൽ ചെയ്തൊരു നവമാം ബലി പോൽ നാഥ. കൈകൊള്ളണമേ ഹൃദയം നമ്മ വിശ്വാസമുടെ ദാസം ചെയ്യും ബലിയും നാഥ തിരുസന്നിധിയിൽ. അഗാധത്തിൽ നിന്ന് കർത്താവേ നിന്ന് ഞാൻ വിളിക്കുന്നു. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ.
വാതിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവിടുത്തെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അകാലത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, മനുഷ്യർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. സജീവവും ജീവദായകമായ ശബ്ദത്താൽ ആസനേൽപ്പിച്ച കർത്താവേ, ശബ്ദമകനീയമായ നീതി ഒരു ദിവസത്തിൽ എന്റെ ദാസരെ വിളിക്കുന്നതിന്റെ വലത് ഭാഗം നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര കർത്താവേ, മനുഷ്യരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ പൂർവ്വം പരിപാലിക്കണമേ. ഉത്താനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ ഏർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായേ, നിന്റെ ദാസർ അറിഞ്ഞും അറിയാതെയും വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും ചെയ്തു പോയ പാപങ്ങളിൽ നിന്നെല്ലാം നീ മോചനം നൽകണമേ. നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായ ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സമുദായത്തിലേക്ക് ഞങ്ങളുടെ സഹോദരനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.